ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിലൊക്കെ ഇനി പങ്കെടുക്കാനായിട്ട് ആർക്കെങ്കിലും സാധിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ദിവസം ചെയ്യാൻ പറ്റാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ക്ലാസ്സിലൊന്നും പങ്കെടുത്തില്ലെങ്കിലും നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരു റുട്ടീൻ പോലെ കൊണ്ടുപോകാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അഫർമേഷൻ പറയുക എന്നുള്ളത്, മെഡിറ്റേഷൻ, പിന്നെ കുറച്ച് സ്വിച്ച് വേർഡ്സ്. ഈ 4 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അത് നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പറയാം. നമുക്കുള്ള സമയം അനുസരിച്ച് നമുക്ക് എപ്പോഴും, കാരണം ഒരു ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷം അതുപോലെയുള്ളൊരു കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉണരുമ്പോൾ മാക്സിമം നേരത്തെ എന്ന് പറഞ്ഞു, ഇനി എപ്പോഴാണെങ്കിലും നമ്മൾ കണ്ണ് തുറന്ന് എഴുന്നേക്കുന്ന വഴിയെ ചാടി നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോവാറില്ലല്ലോ. അപ്പൊ ആ കണ്ണ് തുറന്ന് നമ്മൾ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ പാദം ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് ഇരുന്നിട്ടാണ് എങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു അഫർമേഷനും പറഞ്ഞിട്ട് മാത്രം നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്: നമ്മുടെ വലത് കൈ നെഞ്ചത്ത് കൈവച്ചിട്ട് നമ്മൾ പറയുക, ദൈവമേ, ഇന്നത്തെ ഈ ഒരു ദിവസം കൂടി എനിക്ക് ദാനമായി നൽകിയതിന് നന്ദി. അതായത് ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഒരു ദിവസം കൂടി എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ എന്താ പറയണേ ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും ഇങ്ങനെ ഒരു ദിവസം കൂടി അനുവദിച്ച് തന്നതിന് നന്ദി എന്ന് നമ്മൾ പറയുക. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പറയുന്നതിൽ ഇപ്പം എന്താ, മനുഷ്യനാണെങ്കിൽ ജനിച്ചാൽ മരിക്കും ഒരു നാള്, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് മരിക്കാതിരിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നവരും സംശയമുള്ളവരും ഉണ്ടാകും. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമുക്ക് ഒരു മനുഷ്യനൊരു ആയുസ് എന്ന് പറഞ്ഞ് നിശ്ചയിച്ച് നമ്മളെ എവിടേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് നന്ദിയുള്ളവരാവുക. കാരണം ഇതൊന്നും നമ്മുടെ കഴിവല്ല. അടുത്ത നിമിഷം എന്താണ് എന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ ഈ മൂക്കിലൂടെ നമ്മൾ ശ്വസിക്കുന്ന ഈ ഒരു ശ്വാസം അടുത്ത സെക്കൻഡിൽ നിന്ന് പോയാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഹങ്കരിക്കുന്നതും വെട്ടിപ്പെടുക്കുന്നതും ജാതി മതം പറഞ്ഞ് തമ്മിൽ തല്ലുണ്ടാക്കുന്നതും എല്ലാം, അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ദൈവത്തിന്റെ ഓരോ ദാനമാണ്. അത് നമുക്ക് സാധാരണ ഒരു മനുഷ്യായുസിൽ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത്. അതിനായിട്ട് അവസരം തന്നതിന് നന്ദി. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതുപോലെ അഫർമേഷൻ എന്ന് പറയുന്നത് ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ. ഇന്നത്തെ ദിവസം എൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. അതായത് ഇന്ന് എനിക്ക് എല്ലാ ഭാഗ്യങ്ങളും, എൻ്റെ എന്താ പറയണേ, എനിക്കുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് ആകർഷിക്കുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തുന്ന ഏറ്റവും മനോഹരമായ ദിവസമായിരിക്കും ഇന്നത്തേത്. ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായിരിക്കും എന്നുള്ളൊരു അഫർമേഷനും കൂടി പറഞ്ഞിട്ട് നമ്മൾ രാവിലെ ഉണരുക. നമ്മുടേതായ കാര്യങ്ങളൊക്കെ രാവിലെ നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യുക. ഇനി മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഒന്നുമല്ല, സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് സമയവുമില്ല അറിവുമില്ല എന്നുള്ളൊരു കാര്യത്തെ പറ്റി മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ, അനാവശ്യമായ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് നേടണം. അതിനായിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് ആദ്യം ദീർഘമായി ശ്വാസം എടുത്ത് നമ്മൾ വായിലൂടെ പുറത്തേക്ക് കളഞ്ഞ് നമ്മളൊരു എന്താ പറയുന്നത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു റിലാക്സ്ഡ് ആകും നമ്മൾ കുറേ തവണ ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ശരീരം റിലാക്സ്ഡ് ആയി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കുറച്ച് സമയം അങ്ങനെ ഇരിക്കുക. ഇനി ഓട്ടോമാറ്റിക്കലി ചിന്തകൾ എന്തായാലും വരും, അല്ലെ? അപ്പൊ ചിന്തകളെ ബലം പ്രയോഗിച്ചങ്ങ് നിയന്ത്രിച്ച് അയ്യോ ചിന്തകൾ വരുന്നു എന്ന് ചിന്തിച്ചാൽ വേണ്ടാത്ത എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരും. വന്നോട്ടെ, എങ്കിൽ പിന്നെ ആ വരുന്ന ചിന്തകൾ നമുക്ക് വേണ്ട ചിന്തകളായിക്കൂടെ? അപ്പൊ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഏറ്റവും
നടക്കേണ്ടതായ ഒരേ ഒരു ആഗ്രഹത്തെ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആ ആഗ്രഹം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഒരു മാറ്റം വരും അല്ലെ. ആ മാറ്റം എന്താണെന്ന് മാത്രം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തെങ്ങിരുന്നാൽ മാത്രം മതി. അതെങ്കിലും നമുക്ക് മെഡിറ്റേഷനായിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും. ഇതൊന്നെങ്കിൽ രാവിലെ, ഇനി രാവിലെ സമയമില്ലെങ്കിൽ ഓക്കെ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് അതൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ആ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളൊന്ന് കിടന്നുറങ്ങി നോക്കൂ. അപ്പൊ ഈ ഒരു കാര്യം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. ഇനി ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും പറയുമ്പോൾ എന്തൊക്കെ കാര്യത്തിനാണ് പറയേണ്ടത്? ഇതിപ്പോ ഓരോരുത്തർക്കും അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തയ്യാറാക്കാം. എന്നിരുന്നാൽ പോലും സാധാരണ ഒരു മനുഷ്യന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 10 കാര്യങ്ങൾ ഇവിടെ പറയാം. അതായത് ഒരു 10 അഫർമേഷൻ, 10 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ തന്നെ തയ്യാറാക്കി നോക്കിയോളൂ. ഇനി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഞാൻ വീഡിയോയിൽ തന്നെ തന്നേക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ 10 കാര്യങ്ങൾ? ഏറ്റവും ആദ്യം നമ്മൾ ജീവനോടെ ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അന്നത്തെ ദിവസം നമ്മൾ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത്, അതിനാണ് നമ്മൾ ഏറ്റവും ആദ്യം നന്ദി പറഞ്ഞത് അല്ലെ. ഇന്നത്തെ ദിവസം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് എനിക്ക് അവസരം തന്നതിന് നന്ദി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ജീവനോടെ ഇരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് ഇന്നലകളുമില്ല, വരും നാളുകളുമില്ല. ഈ 2 കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് നിരാശയും കുറ്റബോധവും എല്ലാം തരുന്നത്. അപ്പൊ മൈൻഡ്ഫുൾനെസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ ജീവിക്കുക. ഇന്ന് എന്ന് പറയുന്ന ഈ ഒരു നിമിഷം എന്താണ്? ഈ ഒരു നിമിഷമാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് ഇവിടെ എങ്ങനെയാണ് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ എനർജി ലെവൽ എന്താണ്, ഇപ്പോഴത്തെ എൻ്റെ ഇമോഷൻ എന്താണ്, ഇത് മാത്രം നമ്മൾ ബോധപൂർവം നിരീക്ഷിക്കുക. അപ്പൊ ഇന്ന് എന്ന് പറയുന്ന ആ ദിവസത്തിന് നമ്മൾ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞു. ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ. ഇന്നത്തെ ദിവസം ഭാഗ്യം എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് നന്ദി. ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിച്ചേരുന്നതിന് നന്ദി. അത് ഗ്രാറ്റിറ്റ്യൂഡായിട്ടോ അഫർമേഷനായിട്ടോ നമുക്ക് പറയാം അല്ലെ. അപ്പൊ 2 കാര്യങ്ങളായി. മൂന്നാമത്തെ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം എന്ന് പറയുന്നത്. കാരണം ജീവൻ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, ആരോഗ്യം വേണം. നമ്മുടെ മനസ്സിനും വേണം, ശരീരത്തിനും വേണം. അപ്പൊ ഞാൻ പൂർണ്ണ ആരോഗ്യവതി ആയിരിക്കുന്നതിന് നന്ദി. ഓക്കെ, അത് എനിക്ക് വേണ്ടി പറയാം, അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഇപ്പൊ എൻ്റെ പേരൻസിനോ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്കിത് അഫർമേഷനോ ഗ്രാറ്റിറ്റ്യൂഡോ ആയിട്ട് പറയാം. ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം എന്നെ തികഞ്ഞ ആരോഗ്യവതിയാക്കുന്നതിന് നന്ദി എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആരോഗ്യമാണ് മൂന്നാമത്തെ കാര്യം. 4, തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പണം വേണം അല്ലെ. പണമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ പണത്തിനായിട്ടുള്ള അഫർമേഷനും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡും പറയുക. അതുപോലെ ഒരു കാര്യം പറയട്ടെ, ചിലരൊക്കെ അവരുടെ പേഴ്സിലോ അല്ലെങ്കിൽ ബാഗിലോ ഒക്കെ ഈ പണം ചുരുട്ടി കൂട്ടി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒരു ചുരുട്ടിയ നോട്ടായിട്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ പോലും അത് നിവർത്തി നമ്മുടെ പേഴ്സിൽ നമ്മൾ സൂക്ഷിക്കുക. പണത്തെ നമ്മൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക. അതുപോലെ ഓരോ തവണ നമ്മൾ അത് ഉപയോഗിച്ച് എന്തെങ്കിലും പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും പൈസ പോയല്ലോ എന്നുള്ള നിരാശയല്ല വേണ്ടത്. അത് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു കാര്യം നിറവേറ്റാൻ സാധിച്ചു, ഓക്കെ, അതിന് നന്ദി പറയുക. തീർച്ചയായും ഇപ്പോൾ ഈ ചെലവാക്കിയ പണത്തിന്റെ ഇരട്ടിയായിട്ട് ഈ പണം എന്നിലേക്ക് വരുന്നതിന് നന്ദി എന്ന് പറയുക. അപ്പോ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് നിങ്ങൾ എന്നുള്ള ഒരു അഫർമേഷൻ നമുക്ക് അവിടെ പറയാം. ഓക്കെ, അപ്പൊ പണമാണ് 4ാമത് വേണ്ട ഒരു കാര്യം. 5ാമത് വേണ്ട ഒരു കാര്യമാണ് നമുക്ക് ജോലി അല്ലെങ്കിൽ നമ്മുടെ കരിയർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ പണം എന്ന് പറയുമ്പോൾ പണത്തിനുള്ള ഒരു സോഴ്സ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരുടെ ജോലി എന്ന് പറയുന്നത് വീട്ടിലെ അല്ലെ, അതായത് റെമ്യൂണറേഷൻ ഇല്ലാത്ത ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അവർക്ക് നിറവേറ്റാൻ ഓരോ ദിവസവും ആ വീട്ടിൽ ചെയ്യേണ്ടതായ ജോലികൾ കൃത്യമായും കാര്യക്ഷമമായും അവർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതിന് നന്ദി എന്ന് പറയാം. അടുക്കും ചിട്ടയോടും കൂടിയ കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. വീട് ഹോം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നല്ല കഴിവ് വേണ്ട ഒരു ജോലി തന്നെയാണ്. അതിനെ അംഗീകരിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോ അത് ജോലി, അതുപോലെ ഇനിയിപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട്, നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇതിനെല്ലാം ഉള്ള അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ 5 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് വേണ്ടതാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ ചെറുപ്പം തുടങ്ങി പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒറ്റപ്പെട്ടുള്ള ജീവിതം സാധിക്കില്ല. തീർച്ചയായും വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ അത് നല്ല രീതിയിൽ സമാധാനത്തിലും സന്തോഷത്തിലും ആണെങ്കിലാണ് നമുക്ക് ഈ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വീടെന്ന് പറയുന്നത് നമുക്ക് അത്രയും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരിടമാകണം. അപ്പോൾ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ മക്കളായിട്ട്, ഇപ്പൊ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് അനുസരണക്കേട് കാണിക്കുന്നു അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്ന ബന്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ അവരെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറയാവുന്നതാണ്. എൻ്റെ മക്കൾ അനുസരണശീലമുള്ളവരായിരിക്കുന്നതിന് നന്ദി, അവരെല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുന്നതിന് നന്ദി. ഓക്കെ, അതുപോലെ തന്നെ ഭർത്താവും ഞാനും തമ്മിൽ വളരെ ശക്തവും ഹൃദ്യവുമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കുന്നതിന് നന്ദി. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് അഫർമേഷൻ പറയാം, പാരൻസ് ആയിട്ടും ഒക്കെ. ഓക്കെ, അപ്പൊ വ്യക്തിബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. ഇനി നമുക്ക് ഏഴാമത് വേണ്ട ഒരു കാര്യമാണ് മെന്റൽ സ്ട്രെങ്ത്, അതായത് മനസ്സിനൊരു ശക്തി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിന്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എപ്പോഴും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വരും. ആ പ്രതികൂല സാഹചര്യങ്ങളാണ് നമ്മളെ എന്താക്കി തീർക്കുന്നത്, നമ്മളെ ശക്തരാക്കി തീർക്കുന്നത്, നമ്മളെ കരുത്തരാക്കി തീർക്കുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെറുപ്പം തുടങ്ങി നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് കിട്ടി, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അങ്ങ് ജീവിതം മുമ്പോട്ട് പോവുകയാണ്. ലെവലേശം അതിന് മാറ്റമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും എന്താന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് അത് അറിയേണ്ടി വരുമ്പോ അത് താങ്ങാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, റിമോട്ട് എടുത്ത് വെച്ചതിന് അമ്മയോട് പിണങ്ങിയിട്ട് 4ലും 5ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്ന ന്യൂസ് നമ്മൾ കേൾക്കുന്നത് അല്ലെ, വീട് വിട്ട് ഇറങ്ങി പോകുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം പോലും അവർക്ക് താങ്ങാനുള്ള ഇതില്ല. അപ്പൊ ചെറിയ കുട്ടികളെ പോലും നമ്മൾ ശീലിപ്പിക്കേണ്ടത് ചില അനുഭവങ്ങൾ അവർക്ക് കൊടുക്കണം. അവരെ കരുത്തരാക്കാനായിട്ട് എപ്പോഴും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എപ്പോഴും നല്ല രീതിയിൽ മാത്രമല്ലാതെ ചില കൈപ്പേറിയ അനുഭവങ്ങൾ കൊടുക്കുക. എല്ലാ കാര്യങ്ങളും അവർ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ചിലതൊക്കെ സാധിച്ചു കൊടുക്കുക. അത് തന്നെ ഇരിക്കാം, നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അത് അവരെ കരുത്തരാക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു സാഹചര്യത്തിലും ഞാൻ എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുകയില്ല എന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. സാഹചര്യം എന്തും ആയിക്കോട്ടെ, അതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് ഞാൻ വില കൊടുക്കുകയില്ല. അതൊന്നും ഞാൻ എൻ്റെ മനസ്സിലേക്ക് എടുക്കുകയില്ല. എന്തിനാണ് മറ്റുള്ളവർ പറയുന്ന വാക്ക് കേട്ട് നിങ്ങൾ വിഷമിക്കാനായിട്ട് പോകുന്നത്? അപ്പൊ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതി മറ്റുള്ളവരുടെ വാക്ക് കേൾക്കരുതെന്നല്ല, അതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് എപ്പോഴും ഒരു ബൗണ്ടറി നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ നിശ്ചയിക്കണം. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴും പറയണം. അതൊക്കെ നമ്മുടെ മനസ്സിനെ ശക്തമാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ പറയുന്നതാണ് എട്ടാമതായിട്ട് സെൽഫ് ലവ്. സ്വയം സ്നേഹിക്കുന്നതും ആഗ്രഹങ്ങളും നേടുന്ന എങ്ങനെ ബന്ധം എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സ്നേഹം എന്ന് പറയുന്നത് എനർജിയാണ്, പോസിറ്റീവായ ഒരു എനർജിയാണ്. ആ സ്നേഹം നമ്മളിൽ തന്നെ സൃഷ്ടിക്കേണ്ടതാണ്. അതിന്റെ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാന്നേ. ഇത് നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത്, നമ്മൾ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ പോസിറ്റീവായിട്ടുള്ള ഒരു തരംഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ സ്നേഹമാകുന്നു, ഞാൻ സ്നേഹത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാകുന്നു, എന്നിൽ സ്നേഹവും സമാധാനവും നിറഞ്ഞിരിക്കുന്നതിന് നന്ദി. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ മൂല്യമുള്ളതാണ്, നമുക്ക് നമ്മൾ തന്നെ ഒരു വില കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതങ്ങനെ വെറുതെ നശിപ്പിക്കാനുള്ളതല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ പറയാവുന്നതാണ്. 9ാമത്തെ കാര്യമാണ് ഹാപ്പിനെസ്, സന്തോഷം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഈ സന്തോഷം വേറൊരാൾ തരണതാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ തെറ്റ്. ഈ സ്നേഹവും സന്തോഷവും നിർമ്മിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെ ഏത് സാഹചര്യത്തിലും സന്തോഷമാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ സന്തോഷമായിരിക്കുക, അതിനുള്ള അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ലാസ്റ്റ് 10ാമതുള്ളതാണ് എനർജി. കാരണം നമ്മളും നിങ്ങളും ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും പ്രവർത്തിക്കുന്നത് ഈ എനർജിയിലൂടെയാണ്. അത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഏതാ? പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ എന്നിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്നു, ഞാൻ പോസിറ്റീവ് എനർജിയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാന്തമാണ്, എന്നിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതേ 10 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് 10 കാര്യങ്ങൾ എന്ന് ഒന്നുകൂടി പറയാം. 1, നമ്മുടെ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത്. 2, മൈൻഡ്ഫുൾനെസ്, ഞാൻ ഇന്നത്തെ ഈ ഒരു നിമിഷമാണ് ഞാൻ ജീവിക്കുന്നത്, ഇന്നത്തെ ഈ നിമിഷത്തിന് നമ്മൾ നന്ദി പറയുക, അഫർമേഷൻ പറയുക. 3, ആരോഗ്യം. 4, പണം. 5, നമ്മുടെ ജോലി അല്ലെങ്കിൽ കരിയർ. 6, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ. 7 എന്ന് പറയുന്നത്
നമ്മുടെ മാനസിക ആരോഗ്യം, മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയും. 8 സെൽഫ് ലവ്, 9 ഹാപ്പിനെസ്, സന്തോഷം, 10 എനർജി. ഇത്രയും മതി ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട്. ഈ 10 കാര്യങ്ങൾക്ക് ദിവസവും നമ്മൾ ഒരു 10 സെന്റൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും എഴുതി വെക്കാലോ. ഇനി നിങ്ങൾക്കത് സാധിക്കുന്നില്ല, എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഈ 10 കാര്യങ്ങൾക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ വീഡിയോയിൽ അത് പറഞ്ഞാൽ ലെങ്തി ആയി പോവും. അത് തന്നെയല്ല, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട്, ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഞാൻ അടുത്ത വീഡിയോ അതായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഇനി കുറച്ച് സ്വിച്ച് വേർഡ്സും കൂടി ഞാൻ പറയാം. അതായത് നമുക്ക് ഒരു ദിവസം എന്താ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ലോ എനർജിയിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ ഹൈ എനർജിയിലേക്ക് ബൂസ്റ്റപ്പ് ചെയ്യുന്ന മാന്ത്രിക വാക്കുകളാണ്. മന്ത്രം പോലെ ഉരുവിടാവുന്നതാണ് സ്വിച്ച് വേർഡ്സ്. ഇതെപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം, സമയമൊന്നുമില്ല. എങ്കിലും ദിവസവും രാവിലെയും സന്ധ്യ കഴിഞ്ഞ് നമ്മളിപ്പോൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക കഴിയുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കിത് പറയാം. 21 തവണ എങ്കിലും പറയാനായിട്ട് നോക്കുക. 21 ദിവസം. ഇനി 21 ദിവസം എന്നൊന്നും അല്ല, ലൈഫ് ലോങ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നാമം ജപിക്കുന്നത്, നമ ശിവായ അല്ലെങ്കിൽ നാരായണായ നമ, ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെല്ലുന്ന കാര്യങ്ങളാണ് ദിവസവും. അപ്പൊ സ്വിച്ച് വേർഡ്സിനും നമ്മുടെ മരണം വരേക്ക് നമുക്ക് ചെല്ലാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് അത് എഴുതിയെടുത്തോളൂ കേട്ടോ. അതായത് ഒന്നാമത് പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡ് ആണ് ഇമ്മ്യൂണിറ്റി. ഒന്നിലധികം സ്വിച്ച് വേർഡ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ എല്ലാത്തിനും ഓരോന്നാണ് പറയുന്നുള്ളൂ. ഫുൾ ഇമ്മ്യൂണിറ്റി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ആരോഗ്യം ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ പഴയ ആരോഗ്യത്തിലേക്കൊക്കെ തിരിച്ചു വരുന്നതിന് വേണ്ടി ഫുൾ ഇമ്മ്യൂണിറ്റി എന്ന ഒരു വാക്ക്, ഫുൾ ഇമ്മ്യൂണിറ്റി, ഫുൾ ഇമ്മ്യൂണിറ്റി എന്ന് നമുക്ക് ചാൻറ്റ് ചെയ്യാവുന്നതാണ്, ഒരു മന്ത്രം പോലെ കേട്ടോ. പണത്തിന് വേണ്ടിയാണെങ്കിൽ കൗണ്ട്, COUNT, കൗണ്ട്, കൗണ്ട്, കൗണ്ട്. അതിപ്പോൾ നമ്മളിങ്ങനെ സ്വിച്ച് വേർഡ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് നോട്ടുകെട്ടുകൾ കുറേ വരണത്, നമ്മളത് എണ്ണുന്നത് ഒക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് കാണാം കേട്ടോ. സ്വിച്ച് വേർഡ്സ് പറയുമ്പോൾ നമുക്ക് അതൊക്കെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പറയാം. കരിയർ അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ടുള്ളതാണ് റീച്ച് ഡിവൈൻ ജോബ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ, ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ റീച്ച് ഡിവൈൻ ജോബ്. എന്നിട്ട് അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്, എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്, നിങ്ങൾ സെലക്റ്റഡ് ആയി എന്ന് പറയുന്നത്, ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്, ഫസ്റ്റ് സാലറി കൈപ്പറ്റുന്ന, എന്തൊക്കെ 21 തവണ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എന്തോരം അത് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ. റിലേഷൻഷിപ്പിന് വേണ്ടി, ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് ടുഗദർ. പിരിഞ്ഞു പോയ വ്യക്തികളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിലോ പിണക്കങ്ങൾ മാറ്റണമെങ്കിലോ ഒക്കെ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് ടുഗദർ, ടുഗദർ, ടുഗദർ. ഹാപ്പിനെസ്, സന്തോഷത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്മൈൽ. ഒരു കൊച്ചുകുട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ മുമ്പിൽ പോയി ചോക്ലേറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുഖത്തൊരു കരച്ചിൽ പെട്ടെന്ന് മാറും എന്ന് പറയണ പോലെ നമ്മൾ സ്മൈൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുഖത്തൊരു ചിരി വരും അല്ലെ, സ്മൈൽ. ഓക്കെ, അപ്പൊ അത് പറയാം. പ്രോസ്പെരിറ്റിക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ പറയുന്ന ഒരു സ്വിച്ച് വേർഡാണ് കേട്ടോ ഇത്. സമ്പൽ, സമൃദ്ധി, സമാധാനം, സന്തോഷം എന്ന് വേണ്ട എല്ലാത്തിനും കൂടെ ചേർത്ത് പറയാവുന്നതാണ് ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ് എന്നുള്ളത്. ഇനി നമുക്കൊരു സമാധാനം വേണം, നമ്മുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു കരുത്തൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹീൽ എന്ന പദം. HEAL, ഹീൽ, ഹീൽ, ഹീൽ എന്ന് നമുക്ക് പറയാം. നമ്മുടെ മനസ്സിൽ കൈവച്ച് എവിടെയെങ്കിലും ശരീരത്തിന് വേദന ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ കൈ വെച്ച് ഹീൽ, 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 അതായത് സൗഖ്യമാകുന്നു, സുഖപ്പെടുന്നു എന്നുള്ള രീതിയിൽ അത് പറയാം. ഇനി സ്പിരിച്വാലിറ്റി, നമുക്ക് എപ്പോഴും ഒരു ആത്മീയത, ദൈവം എന്ന് പറയുന്നത് ഉണ്ട് അല്ലെ. നമ്മൾ ആരും നിരീശ്വരവാദികളൊന്നും അല്ല. ഇത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരിക്കലും അല്ല. പക്ഷെ ആ ദൈവം എന്ന് പറയുന്നത് എന്താണ്? കേവലം ഒരു രൂപത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അത് അല്ലെ. നമ്മൾ 365 ദിവസം അമ്പലത്തിൽ പോയാൽ മാത്രമേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് ഒരിക്കലും ഇല്ല. ആ അമ്പലത്തിനകത്തുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നതിനേക്കാൾ ചിലപ്പോൾ വഴിവക്കത്ത് എന്താ പറയുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈ ഇരിക്കുന്ന വ്യക്തിയിൽ ദൈവികത ഉണ്ടാവും, ദൈവം എന്ന് പറയുന്നത് ഉണ്ടാവും. എവിടെയും എന്തിലും അല്ലെ, നമ്മൾ പറയില്ല തൂണിലും തുരുമ്പിലും എവിടെയും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ദൈവം, ഈശ്വരൻ. ആ ഈശ്വര ചൈതന്യം നമുക്ക് അറിയണമെങ്കിൽ അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോ നമുക്ക് എല്ലാവരെയും ഒരേപോലെ കാണാനായിട്ട് അതുകൊണ്ട് സാധിക്കും. നമ്മളിൽ ഒരിക്കലും ആരോടും ഒരു ദേഷ്യമോ വെറുപ്പോ വൈരാഗ്യമോ ഒന്നും വരില്ല, യഥാർത്ഥ ദൈവിക ഭാവം ഉള്ളവരാണെങ്കിൽ. ഇല്ലാത്തവരാണ് ഞാൻ സ്വയം ആത്മീയതയാണെന്ന് പറഞ്ഞ് നടക്കും, പക്ഷെ മനസ്സിൽ എല്ലാവരോടും വൈരാഗ്യവും കാര്യങ്ങളും ഒക്കെ കാണും. ചിലരോട് മാത്രം ഒരു ഇഷ്ടം, ചിലരോട് മാത്രം ഒരു ഇഷ്ടക്കേട്. അതൊന്നും ഒരിക്കലും ദൈവികത ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്.
അപ്പൊ ആ സ്പിരിച്വാലിറ്റി നമ്മളിലേക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിവൈൻ എന്ന് പറയുന്നത്. ഡിവൈൻ ഡിവൈൻ ഡിവൈൻ. നമ്മളിലേക്ക് ആ ഒരു ആത്മീയത, സ്പിരിച്വാലിറ്റി ഒക്കെ നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം ഉണ്ടാവണം. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലും അത് ദർശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതും പോസിറ്റിവിറ്റി ഏറ്റവും നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഡിവൈൻ എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആ 10 കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ നമുക്ക് പറയാം. ഡെയിലി ഒരു 2-3 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ഈ സ്വിച്ച് വേർഡ്സ് 21 തവണ നമുക്ക് ഇപ്പൊ എല്ലാം പറയണമെന്നൊന്നുമില്ല കേട്ടോ. ഈ സ്വിച്ച് വേർഡ്സ് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഹെൽത്താ വേണ്ടെങ്കിൽ അതിനുള്ളത് മാത്രം പറഞ്ഞാൽ മതി, പണമാണ് വേണ്ടെങ്കിൽ അതിനുള്ള പറഞ്ഞാൽ മതി, ബന്ധങ്ങൾക്കാണെങ്കിൽ അതിനുള്ളത് പറഞ്ഞാൽ മതി, സ്പിരിച്വാലിറ്റിക്കാണെങ്കിൽ അതില്, സമ്പൽ സമൃദ്ധിക്കാണെങ്കിൽ അതില്. അപ്പൊ ഏതാണോ അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡ്. ഇനി എല്ലാം പറഞ്ഞു എന്ന് കരുതിക്കൊണ്ടും തെറ്റൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.